الله الرحمن الرحيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ റമളാൻ മാസം വിശ്വാസികളുടെ ജീവിതത്തിൽ ഏറെ പ്രതീക്ഷകൾക്ക് വക നൽകുന്ന സന്ദർഭങ്ങളാണ്. അതിലേറ്റവും മഹത്തരമായത് ഒരടിമയിൽ നിന്ന് സംഭവിച്ചു പോകുന്ന പാപങ്ങളെല്ലാം കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കുവാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് ഒരു വിശ്വാസി ഒരിക്കലും നിരാശനാകേണ്ടതില്ല എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിആത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ നന്മകളും തിന്മകളും എല്ലാം രേഖപ്പെടുത്തി വെക്കും. ഒരാൾ ഒരു നന്മ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു, എന്നിട്ട് ആ നന്മ അയാൾ ചെയ്തില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നന്മയുടെ പ്രതിഫലം രേഖപ്പെടുത്തി വെക്കും. അപ്പം നന്മ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ മനസ്സുണ്ടായാൽ തന്നെ അതിന് ഒരു പ്രതിഫലം രേഖപ്പെടുത്തി വെക്കും. ആ നന്മ അയാൾ ചെയ്താൽ 10 ഇരട്ടി 70,000 മടങ്ങ് പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് രേഖപ്പെടുത്തി വെക്കും. ആ ചെയ്യുന്ന കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് എല്ലാവർക്കും ഒരേപോലെ ലഭിച്ചു കൊള്ളണം എന്നില്ല. ചിലപ്പോൾ 10,000 രൂപ ചെലവഴിച്ച ആൾക്ക് കിട്ടുന്നതിനേക്കാൾ പ്രതിഫലം 10 രൂപ കൊടുത്തവന് ചിലപ്പോൾ കിട്ടിയേക്കാം. അതാ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ മാനസിക അവസ്ഥയെ പരിഗണിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഏതൊരു പ്രവർത്തനത്തിൻ്റെയും തുടക്കം നിയ്യത്ത് എന്നതിനെ സംബന്ധിച്ചൊക്കെ നാം മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു അമൽ ചെയ്തു കഴിഞ്ഞാൽ ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തി വെക്കും. ഒരാൾ തിന്മ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു, ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി ആലോചിച്ചു, ആ തെറ്റ് അയാൾ ചെയ്തില്ല, അതയാൾ ഒഴിവാക്കി. ഒരു നന്മ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ മേൽ രേഖപ്പെടുത്തി വെക്കും. കാരണം തെറ്റ് ഉപേക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ തിന്മ അയാൾ പ്രവർത്തിച്ചു എങ്കിൽ ആ തിന്മക്ക് ഒരു തിന്മക്കുള്ള ശിക്ഷ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെക്കുക. ഇതാണ് അല്ലാഹുവിൻ്റെ കാരുണ്യം. ഇനി ആ തെറ്റു ചെയ്തതിനു ശേഷം അയാളുടെ ജീവിതത്തിൽ ഒരു നന്മ തുടരുകയാണ് എങ്കിൽ തംഹുഹ, ആ തിന്മയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടച്ച് മാറ്റിക്കളയുകയും ചെയ്യും. ഇതാണ് അല്ലാഹുവിൻ്റെ റഹ്മത്ത് എന്നുള്ളത്. അള്ളാഹുവിൻ്റെ ആ റഹ്മത്ത് കൊണ്ട് മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങേയറ്റം പാപങ്ങൾ ചെയ്ത അടിമകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുവാൻ തയ്യാറാകുന്നു. അല്ലാഹു അല്ലാത്ത ഇടയാളന്മാരെ സ്വീകരിക്കുവാൻ വേണ്ടി മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞ 2 ന്യായങ്ങൾ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന്, എന്തിനാണ് നിങ്ങൾ അള്ളാഹുവിന് പുറമെ ലാത്ത, ഉസ്സ, മനാത്ത, ഹുബൽ ഇവരെ ആരാധിക്കുന്നത്? ഇവർ കേവലം വിഗ്രഹങ്ങളോ പ്രതിഷ്ഠകളോ ഒന്നുമല്ല. ലാത്ത, ഉസ്സ, മനാത്ത മഹത്തുക്കളായ വ്യക്തിത്വങ്ങളാണ് ആ കാലഘട്ടത്തിൽ ജീവിച്ചവർ. ഹജ്ജിന് വരുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കുന്ന ഡ്യൂട്ടി നിർവഹിച്ചവരാണ് ഇവർ. ആ രൂപത്തിൽ മഹത്തരമുള്ള ആളുകളാണ്. അപ്പൊ ഇവരോടാണ് ഇവർ തേടുന്നത്.
എന്തിനാണ് ഇവരെ ഇടത്തട്ട് കേന്ദ്രങ്ങളായി സ്വീകരിക്കാനുള്ള കാരണം? ഒന്ന്, ഖുർആൻ പഠിപ്പിച്ചു, ഹഉലാഇ ശുഫഹാഉനാ ഇൻദല്ലാഹ്, ഞങ്ങൾ പാപികളാണ്. പാപികളായ ആളുകൾക്ക് അള്ളാഹുവിലേക്ക് നേരിട്ട് അടുക്കാൻ പറ്റുകയില്ല. അന്നും ഇന്നും ആ വാദത്തിനാണ് മതപൗരോഹിത്യം നിലകൊള്ളുന്നത്. വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്: ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് നിങ്ങൾ കറണ്ട് എടുക്കാറില്ല, മീറ്ററിലൂടെയാണ് എടുക്കാറുള്ളത്. അതാണ് ഒന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ. രണ്ടാമത്തേത്, മുഖ്യമന്ത്രിയെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റില്ല, ഇടയ്ക്ക് PA, ഏരിയ സെക്രട്ടറി, ഇവരിലൂടെ കാണാൻ പറ്റുള്ളൂ. ഈ രൂപത്തിലാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള ധാരണയിൽ പൗരോഹിത്യം പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് പാപികളായ നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഇടത്തട്ട് കേന്ദ്രങ്ങളായ സച്ചരിതരായ ആളുകൾ വേണം എന്നൊരു വാദം മക്കയിലെ മുശ്രിക്കുകളുടെ വാദമായിരുന്നു. ഹഉലാഇ ശുഫഹാഉനാ ഇൻദല്ലാഹ്. രണ്ടാമത്തേത്, മാ നുഖർരിബുഹും മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. മാ നഅബുദുഹും, ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂനാ, അല്ലാഹുവിലേക്ക് ഞങ്ങൾ അടുക്കുന്നതിന് വേണ്ടിയിട്ടല്ലാതെ. സുൽഫ, സുൽഫ എന്ന് പറഞ്ഞാൽ മധ്യവർത്തി, ഇടയാളനായിട്ട്. അപ്പം ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ ഇവരോട് പറയും, ഇവര് അള്ളാഹിനോട് പറയും. ഇതാണ് ബദർ മൗലീദിനും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ബദർ മൗലീദ് ഇന്നിപ്പോൾ ആളുകളൊക്കെ ചൊല്ലി ഭക്ഷണമൊക്കെ കഴിച്ച് പ്രത്യേകമായ കാര്യങ്ങളൊക്കെ നിർവഹിച്ചൊക്കെ സായുജ്യമടയുകയാണ്. പക്ഷെ അവിടെ എന്താ പഠിപ്പിക്കുന്നത്? ദാഹം മൗത്തേത് കൂസിടും, ഇബ്ലീസ് കൂസിനെ കാത്തിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന. ഇതാണ് ബദർ മൗലിദ്. അപ്പൊ അവിടെ ഇടത്തട്ടായിട്ട് ആരെ വെക്കുന്നു? ബദരീങ്ങളെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇന്ന് ഈ രാത്രിയിൽ മക്കയിൽ ജീവിക്കുന്ന, മദീനയിൽ ജീവിക്കുന്ന, അതിൻ്റെ അടുത്ത പ്രദേശത്ത് താമസിക്കുന്ന ആളുകളോട് ചോദിച്ചു നോക്കുക, എന്തെങ്കിലും പ്രത്യേകമായ കർമ്മങ്ങൾ, പ്രത്യേകമായ ദിക്റുകൾ, സ്വലാത്തുകൾ ഒന്നുമില്ല. മാത്രമല്ല അങ്ങോട്ടുള്ള വഴികൾ ചില സമയത്ത് അവർ അടക്കുകയാണ്. അടക്കാനുള്ള കാരണം ശിർക്കിലേക്ക് മനുഷ്യൻ ചാടിപ്പോകാവുന്ന ഒരു അന്തരീക്ഷം ചില സമയത്തുണ്ടാകും. ഇപ്പൊ നാട്ടിലുള്ള ബദരീങ്ങളെ അമിതമായി എങ്ങനെ സ്നേഹിച്ചു പോയ, അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ മണ്ണും പൊടിയും എല്ലാം കൊണ്ടുവരുന്ന ഒരവസ്ഥ വന്നപ്പോൾ അവിടുത്തെ ഭരണകൂടം ഇടയ്ക്കത് ബ്ലോക്ക് ചെയ്തു. ചില സമയത്തൊക്കെ അങ്ങോട്ട് വിടാറുള്ളൂ. അതിന്റെ കാരണം ഈ സമൂഹം ആ രൂപത്തിലാണ് അവരെ കുറിച്ച് മനസ്സിലാക്കി വെച്ചത്. അങ്ങനെ ഇത് ഓരോന്നും ഇങ്ങനെ പാടുന്നതിന് ഇടയ്ക്ക് വരും, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യും. പിന്നെ ദുആ അവരോടും പറയും. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, വമാ യുമിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അവരിൽ അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, ഇല്ലാ വഹും മുശ്രികൂൻ, അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ. ഈ പങ്കു ചേർക്കലാണ് ബദരീങ്ങളെ കാക്കണേ, മുഹിദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് പറയുന്ന അവസ്ഥയുണ്ടാകുന്നത്. അപ്പൊ അത് ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അപകടകരമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ എന്താണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? അങ്ങേയറ്റം പാപങ്ങൾ ചെയ്തു പോയ എൻ്റെ അടിയാന്മാരോട് പറയൂ പ്രവാചകരെ എന്നാണ് ഖുർആനിൽ.